ഹണിമൂൺ പീരീഡ്. രണ്ട് മനുഷ്യർ ഒന്നാകുന്നതിന്റെ എല്ലാ സന്തോഷവും ഉണ്ടാവും. അവിടെ നല്ലത് മാത്രമേ കാണുന്നുള്ളൂ. കുഴപ്പങ്ങളൊക്കെ കണ്ടാലും നമ്മൾ വളരെ ആ സ്നേഹത്തിന്റെ കാരണങ്ങൾ അതൊക്കെ കാണാത്തതുപോലെ നിൽക്കും. പക്ഷേ ഹണിമൂൺ പീരീഡിലാണ് മിക്കപ്പോഴും പെൺകുട്ടികൾ പഠനമൊക്കെ നിർത്തും. ഇനി പഠനവും വേണ്ട, ഒന്നും വേണ്ട, ഏതെല്ലാം മതി എന്ന് പറഞ്ഞിട്ട് പഠനം വരെ നിർത്തും പലരും. ചിലര് ആൺകുട്ടികളാണെങ്കിൽ ഗൾഫിൽ നിന്ന് മതിയാക്കിയിട്ട് നാട്ടിലേക്ക് വരും. ഇനി ഇതന്നെയാണ് ലോകം എന്ന് വിചാരിച്ചു ആ ഹണിമൂൺ പീരീഡ് പതുക്കെ ഇങ്ങനെ തീർന്ന് പിന്നെ ഒരു സ്ട്രഗിളിങ്ങിന്റെ പീരീഡ്. ആ സ്ട്രഗിളിങ്ങിന്റെ പീരീഡിലാണ് ചില സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഹണിമൂണിന്റെ അത്ര രസകരമല്ല ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ട്. കാരണം ഹണിമൂൺ പീരീഡിൽ ഇയാളൊന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യില്ല. പക്ഷേ സ്ട്രഗ്ലിങ്ങിന്റെ പീരീഡ് എത്തുമ്പോഴാണ് ഉള്ളിലുള്ള ശരിക്കുള്ള സ്വഭാവം ഒരു മനുഷ്യനെന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളും രീതികളും ഒക്കെ ഇയാൾ എടുക്കാൻ തുടങ്ങുന്നത് സ്ട്രഗ്ലിങ്ങിലാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മിക്കപ്പോഴും ഡിവോഴ്സ് ആവട്ടെ, വലിയ വഴക്കുകളാവട്ടെ ഒക്കെ ഉണ്ടാവാറുള്ളത് ഈ സ്ട്രഗ്ലിങ്ങിന്റെ സമയത്ത്. ഇത് മുന്നോട്ട് പോകില്ലാന്ന് തന്നെ തോന്നും. രണ്ട് നദികൾ ഒരുമിച്ച് ചേരുമ്പോൾ ആദ്യം കലങ്ങിയിട്ടാണ് പോവുക. തെളിയോ? രണ്ട് നദികൾ ഒരുമിച്ച് ഇങ്ങനെ ചേരുമ്പോൾ തെളിഞ്ഞ വെള്ളമാവില്ലല്ലോ, കലങ്ങിയ വെള്ളമല്ലേ, ഒഴുകി അതിങ്ങനെ തെളിയാൻ തുടങ്ങും. അതാണ് മൂന്നാമത്തെ കെട്ട് എന്ന് പറയുന്നത്. അതൊരു ഫ്ലോ ആണ്. ആ ഫ്ലോ ആർക്കാണ് വരിക എന്നറിയോ? ഈ സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നുപോയ ആളുകൾക്ക് വരിക. അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ സാർ പറഞ്ഞത്. ചിലതൊക്കെ കണ്ടില്ലാതെ നടിക്കേണ്ടി വരും, ചിലതൊക്കെ മനസ്സിലാക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചതുപോലെയല്ല ചില കാര്യങ്ങൾ എന്ന്, ഞാൻ വെച്ചതുപോലെയല്ല ചില കാര്യങ്ങൾ എന്ന് ഒക്കെ ഇയാളിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയതൊക്കെ ആ സ്ട്രഗിളിങ്ങിനെ കഴിയുമ്പോഴാണ്. ഇത് കഴിയുന്നത് നമ്മളറിയില്ല. പക്ഷെ ആ സ്ട്രഗിളിങ്ങിലൂടെ കടന്നുപോയി ഫോർഗീവ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അയാളുടെ ഈ എമ്പതി കാണിക്കാനും ഒക്കെ തയ്യാറായി അതിങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് പിന്നെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയും. ഈ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മുടെ പുതിയ കുട്ടികൾ പലപ്പോഴും അതിനൊരു ക്ഷമ അവർ കാണിക്കാറുണ്ട്. ഇപ്പൊ നമ്മള് കൗൺസിലിംഗ് സെന്ററിലേക്കൊക്കെ വരുന്ന കുട്ടികളെ കുറിച്ചൊക്കെ എല്ലാവരും പറയാറുണ്ട്. അവർ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പതിവായി രണ്ട് മനുഷ്യർ ഒരുമിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് പിന്നെ തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. ആ ഘട്ടങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയാ. സ്വാഭാവികമായ മനുഷ്യർക്ക് ഉണ്ടാകുന്നു. എന്നിട്ട് ഇവള് ആവട്ടെ, പെൺകുട്ടി ആവട്ടെ, പുരുഷനാവട്ടെ പറയും ഇത് മുന്നോട്ട് പോലെ വോയിസ് കൊണ്ട് അവരെ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ജോസഫിന് വേണ്ടി പിതാവ് കാത്തിരുന്നു. ആ ഒരു കാത്തിരിപ്പിന് തയ്യാറായിട്ടില്ല എങ്കിൽ ബന്ധങ്ങൾ മുന്നോട്ട് പോയില്ല, അവിടെ തീരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ലവ് ലാംഗ്വേജസ്. 5 ലവ് ലാംഗ്വേജസ് നമ്മൾ പുസ്തകമുണ്ട്. 5 ലവ് ലാംഗ്വേജസ്. അതെന്താണെന്നറിയോ? ഓരോ മനുഷ്യനും സ്നേഹത്തിന് ഓരോ ഭാഷയുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഒരാള് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുക. പക്ഷെ ഞാൻ എങ്ങനെയാണോ അത് മനസ്സിലാക്കുന്നത് അതുപോലെ ആവണമെന്നില്ല എന്റെ ജീവിതത്തിലേക്ക് വന്ന ആൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരാറുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ പണ്ട് ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞ ആദ്യ കാലത്തൊക്കെ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ തരും. എനിക്ക് ഇങ്ങനെ എഴുതിയിട്ടും കവർ ചെയ്തിട്ടും ബോക്സ് ആക്കിയിട്ടൊക്കെ തരും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും ആ സമ്മാനങ്ങൾ എവിടെ നിന്ന്, അതെവിടെയെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര സങ്കടമുള്ള കാര്യം. കാരണം ആ സമ്മാനത്തിന് ഞാനൊരു വാല്യൂ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഞാനൊരു ലേഖനം എവിടെയെങ്കിലും എഴുതിയിട്ട് അല്ലെങ്കിൽ ഞാനൊരു പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ അയാൾ എന്നോട് പറയാം സൂപ്പറായിരുന്നു എന്ന് ഞാനും എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അയാൾ എന്നോട് എപ്പോഴാണ് പറഞ്ഞത് എന്ന് എൻ്റെ ഏറ്റവും പറഞ്ഞോളൂ. അയാൾ തന്ന സമ്മാനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കില്ലേ, ആ വാക്കിൻ്റെ ഉള്ളിൽ കിടക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാക്കുകളും അഭിനന്ദനങ്ങളും. പക്ഷെ അയാളുടെ ലവ് ലാംഗ്വേജ് എന്താണ്? അത് അയാൾ
പറഞ്ഞു എന്താണ് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ സമ്മാനങ്ങളായിട്ട് ഇഷ്ടമായിരിക്കും. ഞാൻ കൊടുക്കുന്ന ചെറിയൊരു സമ്മാനക്കൂടി പോലും അയാള് നിധി പോലെ സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ ഓരോ ആൾക്കും ഓരോ രീതിയിലാണ് സ്നേഹം അനുഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാം. ഒരു ഉദാഹരണം പറഞ്ഞാല് ചൈനീസ് മാത്രം അറിയുന്ന ഒരാളോട് നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം എഴുതി കൊടുത്തെങ്കിലും ഉണ്ടാവും, അയാൾക്ക് വായിക്കാൻ കിട്ടുമോ? അല്ലെങ്കിൽ നമുക്ക് ചൈനീസ് അറിയാത്ത ഒരാളാണ് നമ്മളെങ്കിലും ചൈനീസ് ലിപിയിൽ എന്തെങ്കിലും എഴുതി തന്നാൽ നമുക്ക് മനസ്സിലാവോ? ഇതേപോലെയാണ് സ്നേഹവും. എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് സ്നേഹം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ പേഴ്സണലായ കാര്യം പറയാം. ഒരു ദിവസം എൻ്റെ കൂടെ ജീവിക്കുന്ന ആളെന്നോട് ചോദിച്ചു, അവളെന്നോട് ചോദിച്ചു, എനിക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം തോന്നാറുള്ളത് എപ്പോഴാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കറിയില്ല, എപ്പോഴാണ് അവളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഏറ്റവും അധികം അവൾക്ക് എന്നോട് സ്നേഹം തോന്നുന്ന സമയം എനിക്കറിയില്ല. അപ്പൊ അവളെന്നോട് പറഞ്ഞെന്നറിയോ, അവൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞെട്ടി ഉണരും. രാത്രി ഉറങ്ങുന്ന അങ്ങനെ ഞെട്ടി ഉണരും, പേടിക്കും. അപ്പൊ അവൾ ആദ്യം ചെയ്യുന്നത് ഞാൻ അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി. 15 വർഷമായിട്ട് പണ്ട് അവളുടെ ഉമ്മയുണ്ടോ വാപ്പയുണ്ടോ എന്നൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവുക. ഞെട്ടി ഉണരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഉണരും. ഉണരും മീൻസ് ബോധത്തിലല്ല, ഞാനത് അറിയും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം. അവള് പറയാം, എനിക്ക് ഓർമ്മയില്ല. അവള് പറയാം, അവളെ ഞാനിങ്ങനെ ഇങ്ങനെ പിന്നെ പുറത്തിങ്ങനെ തട്ടി കൊടുക്കും. ഇങ്ങനെ ആ സമയം 15 കൊല്ലം എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളോട് പറയാ, ആ സമയമാണ് എനിക്ക് ഏറ്റവും അധികം സ്നേഹം തോന്നുന്നത്. മനസ്സിലായില്ലേ? ഓരോ ആളും സ്നേഹം എന്താണ്, എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് ഓരോ ആളും തിരിച്ചറിയുന്നത് ഓരോ വിധത്തിലാണ്. ഇതാണ് 5 love language. 5 തരം സ്നേഹഭാഷകളുണ്ട് എന്നാണ്